പാലക്കാട് കൂറ്റനാട് കോതച്ചിറയിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 20-ലേറെ മരങ്ങൾ കടപുഴകി വീണു. അതിഭയങ്കര ശബ്ദത്തോടു കൂടിയിട്ടാണ് ഈ കാറ്റുണ്ടായത്. ഒരു മിന്നൽ ചുഴലി തന്നെ ഏതാണ്ട് ഒരു 8:45 കൂടിയിട്ട് തന്നെ അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു. പിന്നീടാണ് എല്ലാ മേഖലകളിലും ഈ ഭാഗത്ത് കോതച്ചിറ സ്കൂൾ തൊട്ട് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ മരങ്ങളെല്ലാം കടപഴങ്ങി വീണു. ചില വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേക്കും വന്ന് നോക്കുമ്പോൾ മുഴുവൻ ഇതാ കാണുന്നത്. പിന്നെ നമ്മളെന്താ ചെയ്യുക? നമുക്ക് വേറൊരു വഴിയില്ല. ഈ ഒരു തന്നെയുള്ളേ, എന്താ ചെയ്യാന്നുള്ളൊരു പിടുത്തമില്ലാണ്ട് ചെയ്യാതെ പിന്നെ ടെൻഷനായി. അപ്പോഴേക്കും ഇവരൊക്കെ ഓടിക്കൊണ്ട് വന്നു. കാറ്റ് വന്നിട്ട് ഇത് ഒന്നും ഉണ്ടായിട്ടില്ലേ. ഈ തൂണൊക്കെ പോയി പോക്കും നോക്കി. സാജിദ അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ, വലിയ നാശനഷ്ടമാണോ ഈ മിന്നൽ ചുഴലിയിൽ ഉണ്ടായിരിക്കുന്നത്? അമൃത, തീർച്ചയായും വലിയ നാശനഷ്ടം തന്നെയാണ് മിന്നൽ ചുഴലി കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ജില്ലയുടെ പല ഭാഗത്തും മഴ ഉണ്ടായിരുന്നു, പക്ഷേ മറ്റു പ്രദേശങ്ങളിൽ കാര്യമായ കാറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കൂറ്റനാട് കോതച്ചിറ മേഖലയിൽ വളരെ പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ ഈ മിന്നൽ ചുഴലി രൂപപ്പെടുകയായിരുന്നു. 20-ലേറെ മരങ്ങൾ പല ഭാഗത്തായി കടപുഴകി വീണു. ഒരു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നു പോയൊരു സാഹചര്യമാണ് ഉണ്ടായത്. രാവിലെ 8:45 കൂടിയാണ് ഈ മിന്നൽ ചുഴലി രൂപപ്പെട്ടത്. പലയിടത്തും വൈദ്യുതി പോസ്റ്റുകളും വീണിട്ടുണ്ട്. ഈ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രദേശത്ത് പോയി ആവശ്യമായ സഹായങ്ങൾ ആളുകൾക്ക് നൽകുന്നുണ്ട്.